ഈ ചാച്ചൻ പൊക്കി, ചാച്ചൻ കണ്ണു തുറന്നു, എന്നെ തിരിച്ചറിഞ്ഞു, എന്നോട് പേര് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ എണീറ്റ് നടന്നു. 15ാമത്തെ ദിവസം എൻ്റെ ചാച്ചൻ നടന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പിറ്റേ വർഷം അതേ ചാച്ചൻ ഉണ്ണിച്ചോയ്ക്ക് മോതിരം മേടിച്ച് പള്ളി കൊണ്ട് ഇടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചാച്ചനുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. ഇച്ചിരി ഓർമ്മകളൊക്കെ ഉണ്ടായി, ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ചാച്ചൻ കൂടെയുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. അന്ന് ഞാൻ നേർന്നാണ്, ഞാൻ എന്ന് കാനഡയിൽ ഞാൻ നാട്ടിലെത്തണോ എൻ്റെ അമ്മേനെ കണ്ടിട്ട് ഞാൻ എൻ്റെ പെറ്റമ്മേനെ കാണാൻ പോകുള്ളൂ എന്ന് ഞാൻ നേർന്നുണ്ടായിരുന്നു. ഞാൻ വന്ന് 30-ആം തീയതി ഞാനിവിടെ എത്തി. കാഞ്ഞൂർ വന്ന് ഞങ്ങൾ കുളിച്ചൊന്ന് റെഡി ആയിട്ട് നേരെ ഇവിടേക്കാണ് വന്ന്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ചാച്ചനെയും അമ്മച്ചിനെയും കാണാൻ പോയത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അതിൻ്റെ വില, എൻ്റെ ചാച്ചൻ്റെ, എൻ്റെ പാരൻസിൻ്റെ വില എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. എനിക്ക് അത്ര ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ ഒരു ചിന്തയെന്നാണ് എനിക്ക് പിന്നെ അവരുടെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും വേറെ ഒന്നും ചിന്തിക്കാതെ അവർക്ക് എന്താ വേണ്ടേ അവരുടെ കാലത്തോളം ചെയ്യാനുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ദൈവം തന്നു. അതിനുള്ള എല്ലാ സാമ്പത്തിക സ്ഥിതിയും എനിക്ക് മാതാവ് തന്നു. അവരെ ഇപ്പോൾ എനിക്ക് പൊന്നു പോലെ നോക്കാൻ പറ്റണം. അതെനിക്ക് മാതാവിന് ഏറ്റവും വലിയ, അതിനാണ് ഞാനിവിടെ നിൽക്കാൻ ഏറ്റവും വലിയ സാക്ഷ്യം.